അല്ല, അതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ ഘട്ടത്തിൽ ഇപ്പോ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിച്ചിറങ്ങുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിലും പിണറായി പറഞ്ഞതാണ്. ഇപ്പോ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഈ ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചിറങ്ങുക, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് അതിന്റെ ആഘാതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാനായി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ മനുഷ്യരും ഒരേപോലെ രംഗത്തിറങ്ങുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, അവർ മനസ്സിലാക്കും ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ മാധ്യമങ്ങളും വളരെ അച്ചടി മാധ്യമങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇന്ന് പിണറായി എങ്ങാനും ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ നമ്മുടെ പത്രങ്ങളൊന്നും മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, എങ്ങനെയൊക്കെ ആകുമായിരുന്നു. ഈ നാട് മുങ്ങുന്നു, നാട് മുങ്ങുമ്പോൾ എവിടെ മുഖ്യമന്ത്രി, എങ്ങനെ പോകുന്നു, എന്തെല്ലാം സൈഡ് സ്റ്റോറികൾ, എഡിറ്റോറിയലുകൾ, പ്രതികരണങ്ങൾ, ലേഖനങ്ങൾ, അത്രയും സമ്പന്നമായൊരു സാധ്യത മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രശ്നമല്ല എന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിവേഗതയിലുള്ള ഒരു മാറ്റം വാക്ക് അധികാരത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ളതാണ്. ഇപ്പോ മുഖ്യമന്ത്രിമാർ അത്യാവശ്യ ഘട്ടത്തിൽ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതെല്ലാം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. പക്ഷെ നാം കാണേണ്ടത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്, അധികാരം കിട്ടിയപ്പോൾ പ്രവർത്തിക്കുന്നത് എന്താണ്. അത് കാണിക്കുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്നതും വാക്കെന്ന് പറയുന്നതും ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതോടുകൂടി തന്നെ വസ്ത്രം മാറുന്ന അതേ ലാഘവത്വത്തോടുകൂടി നേരത്തെ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ഊരിക്കളഞ്ഞുകൊണ്ട് അധികാരത്തിന്റേതായ ഭാഗങ്ങൾ മാത്രമായി മാറുന്നു എന്നാണ് കാണുന്നത്. ഈ ഘട്ടത്തിൽ നല്ല ഉത്തരവാദിത്വം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്കും ഇപ്പോ ഇത്രയും സൗകര്യമായി നടന്നാലും വലിയ പ്രശ്നമില്ലാത്തൊരു സിസ്റ്റം കഴിഞ്ഞ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ 2018 മുതൽ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങൾ നേരിടാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും നേതൃത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഘട്ടങ്ങളിൽ. അപ്പോ അത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം വന്നിട്ടില്ല. ഇന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അലർട്ടുകൾ കൃത്യസമയത്ത് നൽകിയിട്ടില്ല. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മാറ്റം എന്ന ആഗ്രഹത്തിൽ വോട്ട് ചെയ്ത ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പൊ അവർക്കെല്ലാം അതിവേഗതയിൽ തന്നെ മാറ്റത്തിന്റെ അനുഭവം നേരിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണേണ്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾ UDF ഉന്നയിച്ചു. എന്നാൽ ഇപ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായുള്ള ആക്ഷേപങ്ങൾ. അല്ല, അതിലിപ്പോ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ബുധനാഴ്ച എന്ത് പറയും, ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ, കേരളത്തിന്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാവുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. ഞാൻ കാണേണ്ടത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഗുജറാത്തോ മറ്റു സംസ്ഥാനങ്ങളോ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളും സ്വന്തമായി വിമാനമുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. കേരളം പക്ഷേ ആ ഹെലികോപ്റ്റർ ഇപ്പോ നിങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാലോ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 6-7 തവണയോളമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിങ്ങുന്ന ആളുടെ ശരീരത്തിനകത്തുള്ള ഹൃദയമല്ല, നേരെ പെട്ടിയിലുള്ള ഹൃദയവുമായിട്ട് എത്ര തവണ ഇങ്ങോട്ട് വന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോയി മറ്റു കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചത്. അതിനെപ്പോലെ എത്രമാത്രം അധിക്ഷേപിച്ചു. കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയെ എന്തെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചു. ഇപ്പോഴോ അതേ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ്. അത് നാടിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. അതായത് ഈ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടെ ഈ ഹെലികോപ്റ്റർ വിഭാഗത്തിൽ വിമർശനം ഉന്നയിക്കട്ടെ, അതിന് സർക്കാർ ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ഇത് കിട്ടിയെങ്കിൽ വെടിവെച്ച് കൊള്ളാന്നല്ലേ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഹെലികോപ്റ്റർ സ്വന്തമായി കിട്ടിയേക്കല്ലേ, അത് വെച്ചിട്ടല്ലേ ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പ്രതിപക്ഷം പറയേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുന്നത്, നേരത്തെ എന്ത് പറഞ്ഞു, ഇത് ആവശ്യഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിനാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വല്ലാതെ അധിക്ഷേപിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ശാന്തമായി ഇത് എന്തിനു വേണ്ടിയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലയോ അതേ കാര്യം അതിനെല്ലാം വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുകയും ചെയ്യുന്നു.
നമ്മുടെ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളാണെങ്കിൽ ഒരു വരി പോലും എഴുതാത്ത അത്രയും സൂക്ഷ്മ ജാഗ്രത മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ പാഠമായി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാണേണ്ടത്. PMCയിലും കണ്ടില്ലേ. ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ലീഗ് എന്താ പറയുന്നത്, ഞങ്ങൾ പഠിച്ചു കഴിയട്ടെന്നാണ്. ഇനി പഠിക്കാനൊന്നുമില്ലല്ലോ. കേന്ദ്രം തന്നെ വ്യക്തമാക്കി എപ്പോ വേണമെങ്കിലും പിൻവാങ്ങാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഡിഫാക്ടോ പ്രയോഗത്തിൽ ഞങ്ങൾ പിൻവാങ്ങി കഴിഞ്ഞിരുന്നു. കാരണം ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോഴാണ് ഈ നടപടി. എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ ഇപ്പൊ തുടക്കം മുതൽ നോക്കിക്കോളൂ, പൂർണ്ണമായിട്ടും BJPക്ക് ഒപ്പം നിൽക്കുന്നു അത്തരം കാര്യങ്ങൾ. ഇപ്പോ ലീഡർമാരുടെ നിയമനമാകാം, അല്ലെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും വന്ദേമാതരം ആലപിച്ച കാര്യമാകാം, അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപനം, വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനകത്ത് ഇതുവരെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി നിയമിച്ചിട്ട് പത്രക്കാരൻ ചോദിച്ചാൽ കണ്ടില്ല. മുഖ്യമന്ത്രി മർമ്മരം പോലും പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായി നടത്തിയതിനെങ്കിൽ എതിരെ ഇത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഒരു ചെറിയ പ്രതികരണം പോലും അദ്ദേഹം നടത്തിയതായിട്ട് ആരെങ്കിലും ഇതുവരെ കേട്ടോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഗുസ്തിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇതാണ് കാണുന്നത്. അപ്പൊ വാക്ക് എന്നുള്ളത് അധികാരം പിടിച്ചെടുക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാനുള്ളത് മാത്രമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഷർട്ടഴിച്ച് മാറ്റുന്നതിനേക്കാളും വേഗതയിൽ അഴിച്ചു മാറ്റിയിട്ട് തന്നെയാണ് ഇപ്പോ ഈ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഭരണത്തിലിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.